ഹായ് ഫ്രണ്ട്സ്, ദിഗാരൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുൽത്തകിടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു കഴിഞ്ഞ ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു പുൽത്തകിടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ അതിൻ്റെ കെയറിങ് അന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് അന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഇതിൻ്റെ കെയറിങ്ങോ കാര്യങ്ങളോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു പുൽത്തകിടിയുടെ ഒരു കെയറിങ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു പുൽത്തകിടി സെറ്റ് ചെയ്തത് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോക്ക് നല്ലൊരു റെസ്പോൺസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് അന്നത്തെ വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പുല്ല് കെയർ ചെയ്യാൻ, ഈ ഒരു ലോണൊന്ന് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനൊക്കെ നല്ല പാടുള്ള കാര്യമില്ല എന്നുള്ളത്, ഇത് കേടുവന്ന് പോകാനൊക്കെ വളരെ ചാൻസ് ഉള്ളൊരു കാര്യമാണിതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കത് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്തെ ഈ ഒരു പുല്ല് തിക്കായിട്ട് വളരുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ചുവട്ടിലുള്ള ഭാഗത്ത് പുല്ല് പിടിക്കാത്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു വെയിലുള്ള ഒരു ഏരിയയിൽ മാത്രമേ നമുക്കിത് നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു ഗ്രാസ് ഇട്ടാൽ വളർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുല്ല് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു ഹൈറ്റ് വെച്ച് വളരാൻ തുടങ്ങും. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഹൈറ്റിന് മുകളിലോട്ട് പുല്ല് വളർന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഇങ്ങനെ കാട് പിടിച്ച പോലെ നിൽക്കും. അപ്പോൾ നമുക്കതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൗണ്ടറി, നമ്മൾ ഇട്ടേക്കുന്ന ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തോട്ടൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു ബൗണ്ടറി കറക്റ്റ് ആക്കിയിട്ട് നമുക്കത് വെട്ടി ഒതുക്കി കൊടുത്താൽ മാത്രമേ ആ ഒരു ഭംഗിയിൽ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി ഹൈറ്റിൽ മുകളിലോട്ട് വരുന്ന പുല്ല് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ഒതുക്കി നല്ലപോലെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് മെയിനായിട്ടും ഇങ്ങനത്തെ കത്രിക യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇവിടെ അധികം ഏരിയ ഇല്ലല്ലോ, കുറച്ച് ഏരിയയിൽ മാത്രമേ നമ്മളിവിടെ ലോൺ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് ഇതുപോലത്തെ കത്രിക യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് ഏരിയ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ മെഷീനുണ്ട്, ഗ്രാസൊക്കെ മോൺ ചെയ്യുന്ന മെഷീനുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കതിങ്ങനെ മെഷീൻ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ട് ബൗണ്ടറിക്ക് ഒരു ബീഡിങ് പോലെ അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പെബിൾസിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ പുല്ല് കയറുന്നൊരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ ആ ഒരു പെബിൾസ് ഇങ്ങനെ മൂടിപ്പോകാറുണ്ട് പുല്ലിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഈ പെബിൾസ് ഇങ്ങനെ മാറ്റിയിട്ട് ഇടക്കോട്ട് കയറിയ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു ബൗണ്ടറിയും കറക്റ്റാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളകൾ റിമൂവ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കുറേ പുല്ലുകൾ നമുക്ക് കിളിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നിന്നൊക്കെ വിത്തുകളൊക്കെ ഇങ്ങനെ കാറ്റത്ത് പറന്ന് വന്ന് വീണ് പൊട്ടി കിളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരുപാട് വലുതാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് റിമൂവ് ചെയ്ത് പോയില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ കളകളൊക്കെ കിളിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഹൈറ്റിൽ വരുന്ന പുല്ല് മെയിനായിട്ട് ഇതുപോലെ ഇങ്ങനെ വെട്ടിക്കളയുക. മെയിനായിട്ടും ഒരുപാട് വെയിലില്ലാത്ത ഏരിയയിൽ, അതായത് ഇച്ചിരി തണലുള്ള ഏരിയയിലൊക്കെ പുല്ല് തിക്നെസ് ഇല്ലാതെ ഇങ്ങനെ വളർന്ന് കാണാൻ പറ്റും. അപ്പോൾ കൂടുതലും നമ്മൾ ഈ ഒരു മെക്സിക്കൻ ഗ്രാസ് അല്ലെങ്കിൽ കൊറിയൻ ഗ്രാസ് ഒക്കെ വളർത്തുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ മാത്രം വെക്കുക. ഇനിയിപ്പോൾ വെയിൽ കുറഞ്ഞൊരു ഏരിയയിലാണെങ്കിൽ പേൾ ഗ്രാസ് ഒക്കെ ചെയ്യാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പേൾ ഗ്രാസ് ആകുമ്പോൾ ഒരുപാട് വെയിലില്ലാത്ത ഏരിയയിൽ നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഭാഗം അത്യാവശ്യം കുറച്ച് തണലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തിക്നെസ് കുറഞ്ഞിട്ട് പുല്ല് ഇതുപോലെ ഇങ്ങനെ ഒരു ഹൈറ്റിൽ ഇങ്ങനെ വളരുന്ന കാണാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പുല്ല് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഒരു 4ാമത്തെ തവണയാണ് ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ വളർന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഗ്രാസ് നല്ലപോലെ ഇങ്ങനെ ട്രിം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെട്ടിയതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒരു കരിഞ്ഞ് നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. അത് പുതിയ ഇത് പൊട്ടി കിളുത്ത് വരുമ്പോഴത്തേക്കും നല്ല ഗ്രീനായിട്ട് നിന്നോളും. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഒന്നല്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ ആയിട്ട് ഇത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ്, രാവിലെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോൺ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കിടന്ന വേസ്റ്റൊക്കെ അടിച്ച് മാറ്റി ഇനിയിപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ വെള്ളം നനച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഡെയിലിയോ അല്ലെങ്കിൽ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ എന്തായാലും നല്ലപോലെ തന്നെ ആ ഒരു ടോപ്പ് ലെയർ സോയിൽ ഫുള്ള് നനയുന്ന രീതിക്ക് തന്നെ നല്ലപോലെ നനച്ച് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഫെർട്ടിലൈസിങ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളിവിടെ ഒരുപാട് കൂടുതൽ അങ്ങനെ ഫെർട്ടിലൈസർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എപ്സം സോൾട്ടാണ്, അതായത് മെഗ്നീഷ്യം കണ്ടൻ്റ് ഉള്ളൊരു ഫെർട്ടിലൈസറാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്
നമ്മുടെ ഗ്രാസിന് നമ്മുടെ ലോണിലൊക്കെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഗ്രീനായിട്ടും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടൊക്കെ വളരാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു എപ്സം സോൾട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് ലെയറിൽ ഇങ്ങനെ ഒന്ന് വിതറി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഫുള്ള് ടോട്ടലി ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അതിനിട്ടതിന് ശേഷം നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലപോലെ തന്നെ ഫുള്ള് ആ വെള്ളം ഇതിട്ട സ്ഥലത്തൊക്കെ ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ചെറിയൊരു കപ്പിലോ എന്തെങ്കിലും ഇത് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഫുള്ളൊന്ന് നനച്ച് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഈ പ്ലാന്റ്സിനൊക്കെ NPK ഒക്കെ കലക്കി 19 ഒക്കെ കലക്കി സ്പ്രേ ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു ഗ്രാസിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനും നല്ലൊരു ഗ്രോത്തിന് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു ഗ്രാസിൻ്റെ കെയറിങ്. ഈ ഒരു ലോൺ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ള കെയറിങ് കൂടുതലായിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ചെതലിൻ്റെയൊക്കെ ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ടെർമെക്സ് എന്ന് പറയുന്നൊരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ കാണുവാണെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അന്ന് ഈ ഒരു ലോൺ സെറ്റ് ചെയ്തതിന് ശേഷം കുറേ മാറ്റങ്ങൾ ഞാനിവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു പിങ്ക് ലേഡിയുടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഞാൻ അന്ന് ചെയ്തത് ഒരു കഴിഞ്ഞ മാസം ഞാൻ ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പോലെ ഞാൻ ഒരു സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ വളർന്നിട്ടുണ്ട്. ഹാങ് ആയി ഇങ്ങനെ സൈഡിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് വരികയാണ് ആ ഒരു കലീസിയ റെപ്പൻസിൻ്റെ പിങ്ക് ലേഡി ടർട്ടിൽ വൈൻ. പിന്നെ അതിൻ്റെ ചുവട്ടിലന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വെരിഗേറ്റഡ് അരേലിയാണ്. അരേലിയ ബോൾസിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി, ഒരു വൈറ്റും ഗ്രീനും കൂടെ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഞാനിങ്ങനെ ട്രിം ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. പിന്നെ അത് നേരെ ചെന്നിട്ട് പിന്നെ അടുത്ത പ്ലാന്റ് ഉള്ളത് അഗൈവ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ നമ്മൾ അന്ന് സെറ്റ് ചെയ്ത ടൈമിൽ. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായല്ലോ. അപ്പോൾ അതിനുള്ളൊരു ഗ്രോത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ അഗൈവ് പ്ലാന്റിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ഒരു ദുരാന്ത വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതും അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നീട് ഞാനൊരു കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയിട്ട് പിന്നീട് ഞാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പ്ലാന്റ്. ഇതൊരു ചെറിയ പ്ലാന്റ് വെച്ചതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ വലുതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ലോണിൻ്റെ ഈ ഒരു കോർണറിലായിട്ടൊരു റെഡ് പാം നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, പണ്ടേ ഉള്ളതാണ് ഇവിടെ. പിന്നെ അതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇവിടെ ഒരു അഗൈവ്, ഞാൻ നേരത്തെ കാണിച്ച ഒരു അഗൈവിൻ്റെ തന്നെ ഒരു പ്ലാന്റ് വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു ചട്ടിയിലാണ്, ഈ ഒരു പെബിൾസിൻ്റെ മുകളിലിരിക്കുന്ന കൂടുതലും ചട്ടികളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിലോ റീഅറേഞ്ച് ചെയ്യണമെങ്കിലോ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് നിലത്ത് നടന്നതിനേലും ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ അത് കാരണമാണ് ചട്ടിയിൽ അവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു പാവിങ് സ്റ്റോൺ ഇങ്ങനെ വെച്ചിട്ടൊരു ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് പോലെ. അതിന് നേരെ ചെല്ലുന്നൊരു ബെഞ്ചാണ് കാണുന്നത്. അതിൻ്റെ കോർണറിലായിട്ട് മോൺസ്റ്ററ ഡെലീസിയോസ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ചട്ടിയിൽ തന്നെയാണ്, ചട്ടിയിൽ കോർസ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു വലിയ പ്ലാന്റാണ്. ഇത് ചെറിയൊരു തൈയായിരുന്നു ഞാൻ വാങ്ങിയിരുന്നത്. ഇപ്പോൾ 3-4 ലീഫൊക്കെ വന്ന് നല്ല ഒരു മെച്യൂർഡ് പ്ലാന്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബെഞ്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആന്തൂറിയോ ഇരിപ്പുണ്ട്, ക്രിസ്റ്റാലിനിയ വെറൈറ്റിയാണ്. അപ്പോൾ അതും അറേഞ്ച് ചെയ്ത് ചെറിയ തൈകളാണ്, വലുതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതും 2 ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയോസ് ആണ് ഇരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഏരിയയിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അങ്ങനെ ഓവറായിട്ട് കിട്ടാത്തൊരു ഏരിയയാണ്. മതിലിൻ്റെയൊക്കെ ആ ഒരു സൈഡ് ആയതുകൊണ്ട് സൂര്യൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നത് കാരണം ഒരു ചെറുതായിട്ടൊരു തണലുള്ള ഒരു ഏരിയ ആണ്. എന്നാലും അത്യാവശ്യം സൺലൈറ്റ് ഉണ്ട്. പിന്നെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു തണലുള്ള ഒരു ഏരിയയാണ്. പിന്നെ പലരും എന്നോട് ഈ ഒരു മരത്തിൻ്റെ പേരൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ DVDB ട്രീ എന്നാണ്. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ പറയുന്നത് തണൽ മരം എന്നാണ്. കോമൺ ആയിട്ട് എല്ലാവരും ഈ ഒരു നമ്മുടെ നഴ്സറിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് തണൽ മരം എന്നാണ്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ ഒരുപാട് അങ്ങനെ വലുതാക്കാതെ ഇങ്ങനെ ബ്രാഞ്ചസൊക്കെ നല്ലപോലെ പ്രൂൺ ചെയ്തും ഓവറായിട്ട് വളരുന്നതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ നിർത്തിയിട്ടുള്ളത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ലോണിന് നല്ലപോലെ വെയിൽ കിട്ടണം. ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു തണലാവുന്ന ഒരു മരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓവറായിട്ട് വളരുന്ന ബ്രാഞ്ചസൊക്കെ അപ്പോൾ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് നല്ല വെയിൽ നമ്മുടെ ലോണിൽ കിട്ടും. പിന്നെ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് ബ്രോമിലിയാഡ്സ്, ആ പെബിൾസിൻ്റെ മുകളിലായിട്ട് ബ്രോമിലിയാഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ബ്രോമിലിയാഡ്സും സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 3 വെറൈറ്റിയാണ് ഞങ്ങളിവിടെ വെച്ചിട്ടുള്ളത്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. എന്നാലും ഫ്ലവേഴ്സൊക്കെ അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ ഇടാറില്ല, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു വെറൈറ്റി പ്ലാന്റ് 3 ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു കോർണറിൽ, ഇപ്പുറത്തെ ഈ ഒരു സൈഡിലെ കോർണറിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ കൂടുതലും അന്ന് നമ്മൾ ലോൺ സെറ്റ് ചെയ്തപ്പോൾ തന്നെ വെച്ചതായിരുന്നു. അന്നൊക്കെ ഇത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ലപോലെ തന്നെ വലുതായിട്ടുണ്ട്. ഗോൾഡൻ ദുരാന്ത ഉണ്ട്. പിന്നെ ഈ നിൽക്കുന്നത് മുരായ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഒരു മുല്ലപ്പൂ പോലത്തേക്ക് നല്ല മണമുള്ള നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് മുരായ എന്ന് പറയുന്നത്. ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നിർത്താനും നല്ല ഭംഗിയാണ്. പിന്നെ
പിന്നെ ഈ ലോണിലിരിക്കുന്നത് നമ്മൾ അന്ന് ചെറിയ തൈകൾ വാങ്ങി വെച്ചതായിരുന്നു, ഈ ഒരു അരേലിയ ബോൾസ്. അപ്പോൾ ഇത് അന്നേ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു. അത്യാവശ്യം കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ ബോൾ പോലെ ഇങ്ങനെ വെട്ടി ചെറുതാക്കി നിർത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഈ ഒരു കോർണറിൽ ഒരു വീപ്പിംഗ് ഫിഗ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇരിക്കുന്നത് അന്ന് നമ്മളൊരു വെരിഗേറ്റഡ് ബാമ്പു ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു കോമൺ വെറൈറ്റി അല്ല കേട്ടോ. ഇത് പെൻസിൽ ബാമ്പു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ചെറിയ ചെറിയ ലീഫും അതുപോലെ തന്നെ സ്റ്റെം ആയാലും ചെറിയ വണ്ണം കുറഞ്ഞ സ്റ്റെം തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പെൻസിൽ ബാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലോണിൻ്റെ ആ ഒരു കാഴ്ചകൾ. അന്നത്തേനും കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കെയറിംഗ് ആയിരുന്നു മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.